എൻ്റെ ദേഹത്ത് സാത്താൻ കയറി. അത് സത്യമായിട്ടും കയറി. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം കേട്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നും. ഈ സഭയുടെ കൂതാശയുള്ള കുമ്പസാരം ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പലരും ഉറപ്പായിട്ടും പറയും ഇവൻ്റെ ദേഹത്ത് എന്തായാലും സാത്താൻ കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവനിങ്ങനെയൊന്നും ചോദിക്കില്ല എന്ന്. നിങ്ങളിത് ആരെയാണ് പേടിപ്പിക്കുന്നത്? പണ്ട് ഇതൊക്കെ ആയിട്ട് പേടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സാത്താൻ കയറും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നരകത്തിൽ പോകുന്നൊക്കെ പറഞ്ഞ്. അല്ലെങ്കിൽ പേടിപ്പിൽ വെച്ചിട്ടാണല്ലോ സഭ തന്നെ മുന്നോട്ട് പോകുന്നത്. പാപം ചെയ്താൽ നരകത്തിൽ പോകും, പള്ളി പോയില്ലെങ്കിൽ നരകത്തിൽ പോകും, അച്ഛന്മാരെ നിരസിച്ച് കഴിഞ്ഞാൽ നരകത്തിൽ പോകും, അല്ലെങ്കിൽ കുമ്പസാരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും, അന്യ ദൈവങ്ങളെ ആരാധിച്ചാൽ നരകത്തിൽ പോകും, അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും, പിന്നെ 10 കൽപ്പനകളിൽ ഏതെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ നരകത്തിൽ പോകും, വ്യഭിചരിച്ചാൽ നരകത്തിൽ പോകും, എന്തിന് സ്വയംഭോഗം ചെയ്താൽ പോലും നരകത്തിൽ പോകും എന്നാണ് നിങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്നും ആരും ചെയ്യുന്നില്ലേ? ജനങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അച്ഛന്മാരതൊന്നും ചെയ്യുന്നില്ലേ? സംഭവം ശരിയാണ്. ഞാൻ ഈ പറഞ്ഞാൽ മിക്ക കാര്യങ്ങളും കറക്റ്റായിട്ട് അനുസരിച്ച് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ കുമ്പസാരം എന്ന കൂതാശ ശരിക്കും വേണ്ടതാണോ? ഇനി വേണമെങ്കിൽ തന്നെ അവിടെ ഒരു വൈദികൻ്റെ ആവശ്യം ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. കുമ്പസാരം, സേക്രമെന്റ് ഓഫ് റീകൺസിലിയേഷൻ അല്ലെങ്കിൽ കൺഫഷൻ, സഭ വേണമെന്ന് പറയുന്നത് ആത്മീയ ശുദ്ധീകരണത്തിനും മനസമാധാനം കിട്ടുന്നതിനും സ്വയം തിരുത്തി പാപത്തിൽ നിന്നൊക്കെ മുക്തി കിട്ടുന്നതിനൊക്കെയാണ് ഇത് വേണമെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഈ കുമ്പസാരത്തിൽ ഒരു വൈദികൻ്റെ ആവശ്യം എന്തിനാണ്? നിങ്ങൾക്ക് കുമ്പസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മധ്യസ്ഥനായിട്ട് എന്തിനാണ് ഒരു വൈദികൻ? നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ശക്തി ദൈവത്തിനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ മറ്റൊരാൾ നിൽക്കുന്നത്? അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾ പറഞ്ഞാൽ എന്താ ദൈവം കേൾക്കില്ലേ? നമ്മൾ പണ്ട് വീട്ടിലെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാരണന്മാരെ അടുത്ത് പോകാൻ നമുക്ക് പേടിയാണ്. നമ്മൾ അമ്മമാർ വഴി ഒരു മധ്യസ്ഥ പിടിച്ചിട്ടാണ് മിക്കവാറും പോയിക്കൊണ്ടിരുന്നത്. അതുപോലെയാണോ ഇത്? അല്ലെങ്കിൽ ഈ ഒരു സെയിം വെയിലാണോ നിങ്ങൾ ഈ കുമ്പസാരത്തെ കാണുന്നത്? കുമ്പസാര രഹസ്യം ഒരു വൈദികൻ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഇനി കുമ്പസാരത്തിനിടയിലോ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും രീതിയിൽ ഒരാളെ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ അത് സഭാ നിയമപ്രകാരം കുറ്റകരമാണ്. അതിനെ സോളിസിറ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ഏതെങ്കിലും വൈദികൻ അങ്ങനെ ചെയ്താൽ ആ വൈദികനെ സഭയിൽ നിന്നും പുറത്താക്കുന്നതിനെ ലയാസിസേഷൻ എന്നും വിളിക്കുന്നുണ്ട്. വമ്പൻ പേരുകളൊക്കെയാണ്. ഇനി കേരളത്തിൽ ഇങ്ങനത്തെ കേസുകൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. 2018 മലങ്കര ഓർത്തഡോക്സ് സഭയിലെ 4 വൈദികർക്കെതിരെയാണ് തിരുവല്ലയിലുള്ള ഒരു സ്ത്രീ കുമ്പസാര രഹസ്യം ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പീഡിപ്പിച്ചതിന് ആ സ്ത്രീയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത്. അതുപോലെ തന്നെ 2024 ജനുവരിയിൽ മിസോറിയിൽ ഒരു വൈദികൻ കുമ്പസാരത്തിനിടെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് അറസ്റ്റിലായിട്ടുണ്ട്. അങ്ങനെ എത്ര കേസുകളായിരിക്കും പുറത്ത് വരാതിരിക്കുക, അല്ല പുറത്ത് വരാതെ മുക്കിയിട്ടുണ്ടാവുക. കുമ്പസാരിക്കുന്നവർക്കറിയാം, കുമ്പസാരിച്ച് കഴിയുമ്പോൾ വൈദികൻ ചെയ്ത പാപങ്ങളുടെ ആ ഒരു ആഴം അനുസരിച്ചിട്ട് പരിഹാരക്രിയകൾ പോലെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. അത് അവിടെ പള്ളിയിൽ വെച്ച് തന്നെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരമാകും എന്നാണ് ക്രിസ്ത്യാനികൾ എല്ലാവരും തന്നെ വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസം കൊണ്ടാണോ നിങ്ങൾ വീണ്ടും അല്ലെങ്കിൽ വിശ്വാസികൾ വീണ്ടും തെറ്റുകൾ ചെയ്തിട്ട് വീണ്ടും കുമ്പസാരിക്കാൻ വരുന്നത്? അല്ല, എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആ ഒരു ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നരകത്തിൽ പോകുന്ന പേടിക്കുന്ന നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് പറയാമോ നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ചെയ്ത എല്ലാ തെറ്റുകളും നിങ്ങൾ ഏറ്റു പറയുന്നുണ്ടെന്ന്? അതോ അച്ഛൻ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അച്ഛനെ എനിക്കറിയാം, അല്ല എൻ്റെ വീട്ടുകാരെ അറിയാം എന്ന് ഓർത്തിട്ട് നിങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ സെൻസർ ചെയ്തിട്ടാണോ നിങ്ങൾ കാര്യങ്ങൾ പറയാറ്? ഈ കുമ്പസാരം ശരിക്കും ഒരാളുടെ പ്രൈവസിയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമായിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഈ കുമ്പസാരം എന്ന കൂതാശ നടത്തുമ്പോൾ വൈദികൻ്റെയും വിശ്വാസിയുടെ ഇടയിൽ ഒരു മറ വേണമെന്നാണ്, അതായത് കുമ്പസാരക്കൂട്. പക്ഷേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, പല പള്ളിയിലും പ്രത്യേകിച്ച് തിരക്കൊക്കെ വരുമ്പോൾ അച്ഛനൊരു കസേരയിലിരിക്കും, എന്നിട്ട് കുമ്പസാരിക്കാനുള്ള ഒരു മുട്ടയിൽ നിന്നാണ് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാറ്. അങ്ങനെയുള്ളപ്പോൾ വൈദികർ എന്തായാലും അറിയാം ഇതാരാണ് കുമ്പസാരിക്കുന്നതെന്ന്, കൃത്യമായിട്ട് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് രോമാഞ്ചം ഉണ്ടാക്കുന്ന കുമ്പസാരം കൂടി ആണെങ്കിൽ എന്തായാലും അച്ഛനൊന്ന് നോട്ട് ചെയ്യും. അടിപൊളി. എന്തായാലും ഈ ഒരു പ്രക്രിയ ശരിക്കും വേണ്ടത് തന്നെയാണോ? ചെയ്ത പാപങ്ങൾ ദൈവത്തോട് ഇടനിലക്കാരനില്ലാതെ ഏറ്റുപറഞ്ഞാൽ പോരെ? അതുപോലെ തന്നെ നിങ്ങൾ എത്ര പേര് സഭ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ഇടവേളകളിൽ കുമ്പസാരിച്ചിട്ടുണ്ട്? സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.